ഇന്ത്യ ഒന്നടങ്കം ഉറ്റുനോക്കിയ സത്യപ്രതിജ്ഞ. അതായിരുന്നു തമിഴ്നാട്ടിൽ ഇന്ന് നടന്നത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി TVK നേതാവും നടനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 6 പതിറ്റാണ്ടിനപ്പുറം ദ്രാവിഡ പാർട്ടികളെ ഭരണത്തിൽ നിന്നും താഴെയിറക്കി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് വിജയ്. സി ജോസഫ് വിജയ് എന്നും ഞാൻ എന്ന് തുടങ്ങിയ വിജയ് പേപ്പറിൽ നോക്കാതെയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിത്തുടങ്ങിയത്. സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ പോലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആയിരങ്ങളെ ആവേശ കൊടുമുടിയിലെത്തിച്ചായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. രണ്ടാമത്തെ ഭാഗം മാത്രമാണ് നോക്കി വായിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 5 ദിവസത്തോളം പിന്നിട്ട് ഗവർണറുമായി 4ഓളം കൂടിക്കാഴ്ചകൾ, ചെറുപക്ഷികളുമായി നിലയ്ക്കാത്ത യോഗങ്ങൾ എന്നിവയ്ക്കൊടുവിൽ തമിഴ്നാടിന്റെ ഭരണം വിജയിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ രാഷ്ട്രീയ നിരീക്ഷകരെ വരെ ഞെട്ടിച്ച് വലിയ വിജയമാണ് വിജയ് നേടിയത്. 2 ദ്രാവിഡ പാർട്ടികൾ 60 വർഷത്തോളം കൈയടക്കി വെച്ചിരുന്ന ഭരണത്തിനാണ് ഇതോടെ വിരാമമായത്. 234 അംഗ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 108 സീറ്റുകളാണ് വിജയുടെ TVK സ്വന്തമാക്കിയത്. കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകളുടെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. ഫലം വന്നതോടെ നിഷ്പ്രയാസം വിജയ് അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിലപാട് കടുപ്പിച്ചതോടെ ദ്രാവിഡ പാർട്ടികൾ ഒന്നിച്ചു ഭരിക്കുമെന്ന തരത്തിൽ വരെ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ TVKയെ പിന്തുണച്ച് ആദ്യം കോൺഗ്രസ് രംഗത്തെത്തി. പിന്നീട് DMK സഖ്യത്തിൽ മത്സരിച്ച CPI, CPIM എന്നിവരും വിജയ്ക്കൊപ്പം നിൽക്കാൻ തയ്യാറായി. അപ്പോഴും കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിഞ്ഞില്ല. 118 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിയേ മതിയാകൂവെന്ന ഗവർണറുടെ നിലപാട് തുടർന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി DMK സഖ്യത്തിലുള്ള ടോൾ തിരുമാവാലന്റെ BCK TVKയ്ക്ക് പിന്തുണ അറിയിച്ചു. ഇതോടെ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 സീറ്റുകൾ തികയ്ക്കാൻ TVKയ്ക്ക് കഴിഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ DMKയുടെ മറ്റൊരു സഖ്യകക്ഷിയായ മുസ്ലിം ലീഗും വിജയ്ക്ക് പിന്തുണ അറിയിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക.